നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ ഫ്രം ദ കൺഫോമൽ മാപ്പിംഗ്. KTU ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ഓക്കെ, 3 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ റീജിയൻ മോഡ് Z മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 അണ്ടർ ദ ട്രാൻസ്ഫർമേഷൻ W ഈക്വൽ ടു 1/Z. ഓക്കെ, 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, W ഈക്വൽ ടു 1/Zൻ്റെ എക്സും വൈ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിത് എന്തുവാണ് പറയുന്നതിനുള്ള വരയ്ക്കട്ടെ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. Z പ്ലെയിൻ ഉണ്ട്, നമുക്ക് എക്സ് ആക്സിസും വൈ ആക്സിസുമാണ് റിയൽ ഇമാജിനറി ആക്സിസ് വരുന്നത്. നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് W പ്ലെയിൻ ഉണ്ട്. അവിടെ റിയൽ ആക്സിസ് യുവും ഇമാജിനറി ആക്സിസ് വിയും ആണ്. എന്തുവാണ് നമ്മൾ ഇപ്പുറത്തെ ഫിഗർ എന്ന് പറയുന്നത്? മോഡ് Z മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന ഒരു ഫിഗർ ഇപ്പുറത്ത് എന്തോ ഇമേജ് ഫോം ചെയ്യും. ഏത് ട്രാൻസ്ഫോർമേഷൻ, ഏത് വഴി കൂടെ വരുമ്പം? W ഈക്വൽ ടു 1/Z എന്ന് പറഞ്ഞ വഴി കൂടെ വരുമ്പം. മനസ്സിലായോ? അപ്പം നമ്മൾ ആദ്യം എഴുതുന്നത് W ഈക്വൽ ടു 1/Zൻ്റെ എക്സും വൈയും കണ്ടുപിടിക്കണം. ഓക്കെ, എന്നിട്ട് എക്സും വൈയും കണ്ടുപിടിച്ചിട്ട് നമ്മുടെ Z പ്ലെയിനിൽ എന്താണോ നമ്മുടെ ഫിഗർ ആ ക്വസ്റ്റ്യൻ എഴുതണം. അതിൽ നമുക്ക് ഇവിടെ എക്സും വൈയോ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് നമുക്ക് Z ആണുള്ളത്. Zൽ നിന്ന് നമുക്ക് എക്സും വൈയോ എഴുതാൻ അറിയാം അല്ലേ? Z എന്ന് പറഞ്ഞാൽ എന്തുവാണ്? X പ്ലസ് IY ആണ്. മോഡ് X പ്ലസ് IY മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. ഇതിൽ റിയലും ഇമാജിനറി പാർട്ട് ഞാൻ സ്പ്ലിറ്റ് ചെയ്യുന്നു. റിയൽ പാർട്ട് എന്ന് പറയുന്ന I ഇല്ലാത്ത പോർഷൻ എക്സ് മൈനസ് 1/2 ഇല്ല. സോ എക്സ് മൈനസ് 1/2 ഞാൻ ഒരുമിച്ച് എഴുതുന്നു, പ്ലസ് IY അല്ലാതെ എഴുതുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2. മോഡിൻ്റെ അകത്താണ് ഇത് വരുന്നത്. ഓക്കെ, മോഡ് നമുക്കറിയാം. മോഡ് എക്സ് പ്ലസ് IY എന്തുവാണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞ് വൈ സ്ക്വയർ. എക്സിൻ്റെ സ്ക്വയർ പ്ലസ് ഐയുടെ കോയിഫിഷ്യൻറ്റിൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ ഇവിടെ എന്ത് വരും? മോഡ് എക്സ് മൈനസ് 1/2 പ്ലസ് IY ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 അങ്ങനെ വരും. മോഡ് ഇതെന്ന് പറഞ്ഞാൽ എന്തുവാണ്? റൂട്ട് ഓഫ് എക്സ് മൈനസ് 1/2ൻ്റെ സ്ക്വയർ പ്ലസ് ഐയുടെ കോയിഫിഷ്യൻ്റ് ആയിട്ടുള്ള വൈൻ്റെ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2, വിച്ച് ഇംപ്ലൈസ് ഞാൻ റൂട്ട് കിടക്കുന്ന ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തോ ചെയ്യുന്നു? അപ്പുറം ഇപ്പുറം റൂട്ട് മാറ്റാനായിട്ട് സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടുത്തെ അപ്പുറം സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ട് പോകുമല്ലോ. ദാറ്റ് ഈസ് എന്ത് വരും? എക്സ് മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെയും സ്ക്വയർ എടുത്തില്ലേ? അപ്പുറം ഇപ്പുറം സ്ക്വയർ ചെയ്തു. അപ്പോൾ 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. ഓക്കെ, ഇതിനെ ഞാൻ A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു. A മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ A സ്ക്വയർ മൈനസ് 2AB പ്ലസ് ബി സ്ക്വയർ ആണ്. അത് വെച്ചിട്ട് എക്സ് മൈനസ് 1/2ൻ്റെ സ്ക്വയർ എന്തോ വരും? എക്സ് സ്ക്വയർ മൈനസ് 2 ഇൻറ്റു A എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ബി എന്ന് പറയുന്നത് മൈനസ് 1/2 അല്ല, മൈനസ് അല്ല, ഇവിടെ പ്ലസ് അല്ലേ? 2AB. ബി എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 പ്ലസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2ൻ്റെ സ്ക്വയർ. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ഈ 2ഉം കട്ട് ചെയ്ത് പോകും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് 1/2ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/4 പ്ലസ് വൈ സ്ക്വയർ. ഈ 1/4 ഞാൻ ലെഫ്റ്റ് സൈഡിൽ കൊണ്ടുവരുന്നു, മൈനസ് 1/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ. അപ്പം 0 ആയി. ദാറ്റ് ഈസ് ഈ 1/4ഉം മൈനസ് 1/4ഉം കൂടെ ചേർന്ന് എന്തുവാകും? കട്ട് ചെയ്തു പോവും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഇനി നമുക്ക് കണ്ടുപിടിച്ച എക്സും വൈയും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ദാറ്റ് ഈസ് എന്ത് വരും ഇവിടെ? ദാറ്റ് ഈസ് എക്സിന് പകരം u/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, എക്സിന് സ്ക്വയർ ആൻഡ് സ്ക്വയർ, മൈനസ് എക്സിന് പകരം u/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം മൈനസ് v/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതുപോലെ കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, ദാറ്റ് ഈസ് സെപ്പറേറ്റ് സ്ക്വയർ കൊടുക്കണം. u സ്ക്വയർ ബൈ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. ഞാനിത് ഒരുമിച്ച് എഴുതാൻ പോവുകയാണ്. മൈനസ് v/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് വിയുടെ സ്ക്വയറും വരും, u സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ സ്ക്വയറും വരും. മൈനസ് വിൻ്റെ സ്ക്വയർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസിൻ്റെ സ്ക്വയർ പ്ലസ് ആണ്. സോ വി സ്ക്വയർ ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് v/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. നമ്മൾ ആദ്യം ചെയ്ത പ്രോബ്ലത്തിനെ പോലെയാണ്. ഇവിടെ ആദ്യത്തെ 2 ടേമിനേറ്റ് ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതുക. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ മൈനസ് ഇവിടെ u/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ or equal to 0. എഗെയിൻ നമുക്ക് ഇവിടെ മുകളിൽ ഒരു u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, താഴെ 2 u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ, ഓരോന്ന് കട്ട് ചെയ്ത് കളഞ്ഞൂടെ? അപ്പോൾ എന്തോ വരും? 1/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് u/u സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. എഗെയിൻ ഡിനോമിനേറ്റർ സെയിം, ഡിനോമിനേറ്റർ അതുപോലെ എഴുതിയിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് 1 പ്ലസ് മൈനസ് യു ഈക്വൽ ടു 1 മൈനസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈ 0യുടെ താഴെ 1 ഉണ്ടെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? 1 മൈനസ് യു ഇൻറ്റു 1 മൈനസ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 വിച്ച് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ്
1 മൈനസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ 1 ലെസ് ദാൻ യു. 1 ലെസ് ദാൻ യു എന്ന് പറഞ്ഞാൽ എന്തുവാണ് ഇവിടെ 1 ലെസ് ദാൻ യു എന്ന് പറഞ്ഞാൽ എന്ത് ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്? ഇത് ഡബ്ല്യു പ്ലെയിൻ ഞാൻ വരയ്ക്കുന്നു. ഇത് യു ആണ്, ഇത് വി ആണ്. വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ. യു ലെസ് ദാൻ 1 എന്ന് പറഞ്ഞാൽ 1നെക്കാട്ടിയും കൂടിയ യുകൾ ആണ് എന്ന് പറഞ്ഞാൽ നമ്മൾ യുവിൻ്റെ 1 എന്തുവാണ്? ഇത് 1 1 2 എക്സെട്ര അല്ലേ? അതുപോലെ തന്നെ -1. ഇതിൻ്റെ 1 ഗ്രേറ്റർ ദാൻ യു എന്ന് പറഞ്ഞാൽ ഇതാണ് 1 എന്ന് പറയുന്ന റീജിയൻ. യു ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞാൽ ഇത് 1 ആണ് അല്ലേ? അപ്പം അതിൻ്റെ എന്തുവാണ്? ഹാഫ് പ്ലെയിൻ, അങ്ങോട്ടുള്ള പോർഷൻ മാത്രമേ വരത്തുള്ളൂ. വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ. അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി 1 ലെസ് ദാൻ യു ആണ് എന്തോ ഇമേജ് ഫോം ചെയ്യുന്നത്. നമുക്കത് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ 1 ലെസ് ദാൻ യു ആണ് എന്തോ ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. മോഡ് ഇസഡ് മൈനസ് 1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 എന്ന് പറയുന്ന ഫിഗർ എന്തോ ഇമേജ് ഫോം ചെയ്യുന്നു? 1 ലെസ് ദാൻ യു അല്ലെങ്കിൽ 1 മൈനസ് യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറയുന്ന റീജിയനാണ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ ഇതെന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാഫ് ഇൻ ദ ലെഫ്റ്റ് അല്ല റൈറ്റ് ഹാഫ് ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ ആണ് ആക്ച്വലി ഇത് വരുന്നത്. വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ. 1 ഗ്രേറ്റർ ദാൻ യു, ഇപ്പോൾ 1നെക്കാട്ടിയും കൂടിയ യുകളാണ്. സോ വിച്ച് ഈസ് ദ ഹാഫ് പ്ലെയിൻ ഇൻ ദ ഡബ്ല്യു പ്ലെയിൻ. ഓക്കെ ഞാൻ 4th ക്വസ്റ്റ്യൻ പറയാം. ഓക്കെ, ഇത് KTU ഡിസംബർ 2024 എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് വട്ടം ചോദിച്ചിട്ടുള്ളതാണിത്. ഓക്കെ, ഞാൻ എടുത്ത് പറഞ്ഞതാണ് 2024 ഡിസംബർ. ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ റീജിയൻ 2 ലെസ് ദാൻ mod z less than 3 and mod arg z less than pi/4 under the map w equal to z square. w equal to 1/z മാറി, w equal to z square. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻസ് ആയിരുന്നു ഇതൊക്കെ. w equal to 1/z, z square, e raised to z, sin z, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് സാധാരണ നമ്മൾ ഇപ്പം ഞാൻ ക്വസ്റ്റ്യൻ എഴുതാം. നമുക്ക് ആദ്യം നമ്മൾ ഫിഗർ വരയ്ക്കണമല്ലോ. ആദ്യം ഇസഡ് പ്ലെയിൻ ഉണ്ട്, നമുക്ക് അപ്പുറത്ത് ഡബ്ല്യു പ്ലെയിൻ ഉണ്ട്. ആക്സസുകൾ നോട്ട് ചെയ്തില്ല, ഡബ്ല്യു പ്ലെയിൻ. ഓക്കെ, ഇത് യു, ഇത് വി, ഇത് എക്സ്, ഇത് വൈ. ഓക്കെ, എന്തൊക്കെയാണ്? 2 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 3യും അതുപോലെ തന്നെ മോഡ് ആർഗ് ഇസഡ്, പുതിയ ആർഗ് ഇസഡ് ലെസ് ദാൻ pi/4ഉം. ഇതൊക്കെ ഇപ്പുറത്ത് എന്തോ ഇമേജ് ഫോം ചെയ്യും. ഏത് വഴി വരുമ്പം? w equal to z square എന്ന് പറയുന്ന വഴി വരുമ്പം നമ്മുടെ ഡബ്ല്യു പ്ലെയിനിൽ എന്തൊക്കെ ഇമേജ് ഫോം ചെയ്യും? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഇതൊക്കെ നമുക്ക് pi/4 നമുക്കിതൊക്കെ ഒരു ആംഗിളിൻ്റെ ടേംസിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ അതുകൊണ്ട് ഇസഡിനെയും ഡബ്ല്യുവിനെയും നമ്മൾ പോളാർ ഫോമിലായിരിക്കും എഴുതുന്നത്. കാര്യം എന്തുകൊണ്ടാണ്? നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ആർഗ്യുമെൻറ്റ് ഇസഡ് മീൻസ് ആംഗിൾ മീൻസ് pi/4 ഒക്കെ വന്നതുകൊണ്ട് pi/4 ഒക്കെ ആംഗിളിനെയല്ലേ ഡിനോട്ട് ചെയ്യുന്നത്. സോ ഇസഡിന് നമ്മൾ എന്തും എഴുതിയിട്ട് കാര്യമില്ല. x+iy എന്നും റിയൽ പാർട്ട് ഇമാജിനറി പാർട്ടും അതുപോലെ തന്നെ ഡബ്ല്യുവിന് u+iv എന്നും എഴുതിയിട്ട് കാര്യമില്ല. സോ നമ്മൾ ആംഗുലാർ ടേമിലായിരിക്കും, പോളാർ ഫോമിലായിരിക്കണം ഇസഡും ഡബ്ല്യുവും എഴുതേണ്ടത്. സോ ഞാനിവിടെ അങ്ങനെ എഴുതുന്നു. w equal to z സ്ക്വയറിൽ നിന്ന് നമ്മൾ ഇസഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഇസഡ് എന്ന് പറഞ്ഞാൽ r e⁻ i⁻θ പോളാർ ഫോം നമ്മൾ പഠിച്ചു. ഇസഡ് r e⁻i⁻θയും ഡബ്ല്യുവിനെ ഞാൻ u+iv പകരം ഡബ്ല്യുവിനെ ഇതേപോലെ പോളാർ ഫോം എഴുതുന്നു. ഇവിടെ ആറിന് റേഡിയസിന് പകരം ഇവിടെ റോയും, ഇവിടെ e⁻i⁻θയ്ക്ക് പകരം ഞാൻ ജസ്റ്റ് ഫൈയും കൊടുക്കുന്നു. ഓക്കെ, അപ്പം w equal to rho e⁻i⁵, z equal to r e⁻i⁻θ പോളാർ ഫോം ഓഫ് ഇസഡും ഡബ്ല്യു ആണ്. കാര്യം എന്തെന്ന് ഞാനൊന്നും കൂടെ പറയാം. ഇവിടെ ക്വസ്റ്റ്യൻ ആംഗിളിൻ്റെ ടേംസിലാണ് വന്നിരിക്കുന്നത്. സോ ഞാൻ അതുകൊണ്ട് പോളാർ ഫോമിൽ എഴുതുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം w equal to z സ്ക്വയർ, ഡബ്ല്യുവിന് പകരം റോ e⁻i⁵ ഈക്വൽ ടു ഇസഡ് സ്ക്വയറിന് പകരം r e⁻i⁻θ ഇത് ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് റോ e⁻i⁵ ഈസ് ഈക്വൽ ടു r e⁻i⁻θ ഇത് ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം ആറിൻ്റെയും സ്ക്വയർ വരും, e⁻i⁻θയുടെയും സ്ക്വയർ വരും ഇല്ലേ? ആറിൻ്റെ സ്ക്വയർ ആർ സ്ക്വയർ തന്നെ, e⁻i⁻θയുടെ സ്ക്വയർ a⁻m ദ ഹോൾ റൈസ് ടു n എങ്ങനെ എഴുതാം? a⁻m × n എന്നല്ലേ എഴുതുന്നത്. സോ e⁻i⁻θ ദ ഹോൾ റൈസ് ടു e⁻2i⁻θ അങ്ങനെയല്ലേ വരുന്നത്? e⁻2i⁻θ a⁻mn പോലെ m × n പോലെ i⁻ × 2i⁻θ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ എക്സും വൈയും കണ്ടുപിടിച്ചതുപോലെ ഇവിടെ കണ്ടുപിടിക്കുന്നത് റോയും അതുപോലെ തന്നെ ഫൈക്കും പകരം ഇപ്പുറത്ത് എന്തോ വരുമോ എന്നുള്ളതാണ്. ഇവിടെ റോ എന്ന് പറയുന്നത് ഈയുടെ ഫ്രണ്ടിൽ കിടക്കുന്ന r², ഇവിടെ ഈയുടെ ഫ്രണ്ടിലല്ലേ റോ കിടക്കുന്നത്. സോ ഐയുടെ കോയിഫിഷ്യൻ്റ് ആണ് ഇവിടെ ഫീ എന്ന് പറയുന്നത്. ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് ആരാണ്? 2 ഉണ്ട്, θ ഉണ്ട്. സോ 2θ.
ഓക്കെ, നമ്മൾ അവിടെ എക്സും വൈയും കണ്ടുപിടിച്ചതിന് പകരം നമ്മളെ ക്വസ്റ്റ്യൻ പോളാർ ഫോമിലായതുകൊണ്ട് ഞാൻ എന്തോ കണ്ടുപിടിച്ചു, റോയും ഫൈയും കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 3 ആണ്. ഓക്കെ, 2 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ നമുക്കറിയാം, ഇസഡ് എന്ന് പറയുന്നത് r e⁻i⁻θ ആണെങ്കിൽ മോഡ് ഇസഡ് എന്ന് പറയുന്നത് r ആണെന്ന് നമ്മൾ പഠിച്ചു, ആദ്യം നമ്മൾ പഠിച്ചു പ്രിലിമിനറിയിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 3ക്ക് പകരം 2 ലെസ് ദാൻ മോഡ് ഇസഡിന് പകരം എന്ത് കൊടുക്കാം, പോളാർ ഫോം ആയിട്ടുള്ള റേഡിയസ് ആയിട്ടുള്ള r കൊടുക്കാം, ലെസ് ദാൻ 3. നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ഇപ്പുറത്തുള്ള ടേമും ആറിലും തീറ്റായിലും ആണെങ്കിൽ ഇപ്പുറത്തുള്ള എക്സും വൈയും പോലെ ഇവിടെ ആംഗിളിൻ്റെ ടേമും റേഡിയസിൻ്റെ ടേമും വരുന്ന ആറിലും തീറ്റായിലുമാണ്. ഡബ്ല്യു പ്ലെയിനിൽ അത് എന്തിലായിരിക്കും, റോയിലും ഫൈയിലും ആയിരിക്കും വരുന്നത്. സോ ഞാൻ ആ ഒരു ഇവിടെ നമ്മൾ ഇക്വേഷൻ യുയിലും വിയിലും നേരത്തെ കണ്ടുപിടിച്ചതുപോലെ നമ്മൾ പോളാർ ഫോമിലായിട്ടുള്ള റോയിലും ഫൈയിലും ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഡബ്ല്യു പ്ലെയിനിൽ ഫോം ചെയ്ത ഇമേജിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ആ ഇമേജ് ഉണ്ടാക്കിയിരിക്കുന്നത്, യുവും വിയും വെച്ചിട്ടുണ്ടായിരിക്കുന്നതായിരുന്നു. ഇവിടെ നമുക്ക് എന്തൊക്കെ വെച്ചുണ്ടാക്കിയിരിക്കണം, റോയും ഫൈയും വെച്ചു. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ ഇസഡ് പ്ലെയിന് സാധാ എക്സും വൈയും വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, ഫിഗറുകളായിരിക്കും വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെ വെച്ചായിരിക്കും, പോളാർ ഫോമാണ് വന്നിരിക്കുന്നത്, ആറും തീറ്റായിലും ആയിരിക്കും നമ്മുടെ ടേം വന്നിരിക്കുന്നത്. ഓക്കെ, അതിനെ ഞാൻ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം, റോയിലും ഫൈയിലോട്ട് മാറ്റണം. സോ ആറിനെ നമുക്ക് r² എഴുതിയാലേ r² പകരം റോ കൊടുക്കാൻ പറ്റും. അങ്ങനെ തിരിച്ച് ചിന്തിക്കുക. അപ്പം ആറിനെ ഞാൻ r² ആക്കണം. എങ്ങനെ ആക്കും, ത്രൂ ഔട്ട് സ്ക്വയർ ചെയ്താൽ പോരെ. ദാറ്റ് ഈസ് 2 × സ്ക്വയർ 4 ലെസ് ദാൻ r സ്ക്വയർ r², 3 സ്ക്വയർ 9. ഓക്കെ, ഇറ്റ് ഈസ് 4 ലെസ് ദാൻ r² നോക്കാൻ ഇനി റോ കൊടുക്കാം. റോയും ഫൈലും നമുക്ക് ഇമേജ് കിട്ടുന്നത് കൊണ്ടാണ് ഞാൻ ആ ടേമിലോട്ട് കൺവേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പം 2 ലെസ് ദാൻ മോഡ് ഇസഡ് ലെസ് ദാൻ 3 എന്ന് പറയുന്ന ഇപ്പുറത്തെ ഫിഗർ w = 1/z എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ അപ്പുറത്ത് ഫോം ചെയ്യുന്നത് എന്തുവാണ്, 4 ലെസ് ദാൻ റോ ലെസ് ദാൻ 9 എന്ന് പറയുന്ന പോർഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ മോഡ് r⁻z ലെസ് ദാൻ π/4. മോഡ് r⁻z ലെസ് ദാൻ π/4 നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെയാണ് എഴുതുന്നത്, മോഡ് എക്സ് ലെസ് ദാൻ എനെ നമ്മൾ എങ്ങനെ എഴുതും, -a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് എഴുതുന്നത് പോലെ r⁻z എന്ന് പറഞ്ഞാൽ തീറ്റയുടെ ടേമിലല്ലേ. സോ ഇതിനെ എങ്ങനെ എഴുതാം, ഇതിനെ നമ്മളിങ്ങനെ എഴുതിയതുപോലെ മോഡ് എക്സ് ലെസ് ദാൻ എനെ -a ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എ എന്ന് എഴുതിയതുപോലെ മോഡ് r⁻z ആർഗ്യുമെൻറ്റ് ഓഫ് ഇസഡ് ആണ്. സോ അത് തീറ്റയാണ്. -π/4 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ π/4 എന്ന് എഴുതാം. നമുക്കിവിടെ തീറ്റയല്ല വേണ്ടുന്നത്, എന്താ വേണ്ടുന്നത്, 2 തീറ്റ വന്നാലേ നമുക്ക് അതിന് പകരം 5 കൊടുക്കാൻ പറ്റും. സോ ഞാൻ ഇവിടെ 2 വരണം, 2 തീറ്റ വരണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മധ്യത്ത് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പുറം ഇപ്പുറം പ്രശ്നം ഉണ്ടാകും. സോ ത്രൂ ഔട്ട് ഞാൻ 2 മൾട്ടിപ്ലൈ ചെയ്യും. ത്രൂ ഔട്ട് 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരും -2 × π/4. മൈനസ് അവിടെ ഫ്രണ്ടിൽ കിടക്കുന്നതുകൊണ്ടാണ് ആ മൈനസ് കൊടുത്തത്. ലെസ് ദാൻ 2 × തീറ്റ ലെസ് ദാൻ 2 × π/4. എല്ലാ സ്ഥലത്തും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, കാര്യം 2 തീറ്റ ആക്കാനാണ്. 2 × π/4, 2 × 2 കട്ട് ചെയ്തു, മൈനസ് ഫ്രണ്ടിലുണ്ട് -π/2 ലെസ് ദാൻ 2 തീറ്റ ലെസ് ദാൻ 2ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ π/2. 2 തീറ്റ എന്തുവാണ്, 5 അല്ലേ. ദാറ്റ് ഈസ് മോഡ് r⁻z ലെസ് ദാൻ π/4 എന്ന് പറയുന്ന ഫിഗർ ഡബ്ല്യു പ്ലെയിനിൽ എന്തോ ഇമേജാണ് ഫോം ചെയ്യുന്നത്, -π/2 ലെസ് ദാൻ 5 ലെസ് ദാൻ π/2 എന്ന് പറയുന്ന ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഇമേജ് ഓഫ് x > 1, y > 0 അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ w = 1/z. w = 1/z ഒരുപാട് വട്ടം ഇമേജ് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് K2 നവംബർ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എഗെയിൻ നമുക്ക് ഇമേജ് കണ്ടുപിടിക്കാനുള്ളതാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് വരയ്ക്കാം, നേരത്തെ പോലെ വരയ്ക്കാം. ഇത് ഇസഡ് പ്ലെയിൻ ആണ്, ഇത് ഡബ്ല്യു പ്ലെയിൻ ആണ്, ചെറുതായി പോയോ, ഡബ്ല്യു പ്ലെയിൻ ആണ്. ഇത് യു ആക്സിസ് വി ആക്സിസ്, ഇത് എക്സ് ആക്സിസ് വൈ ആക്സിസ്. ഇനി തിരിഞ്ഞു പോകരുത്. ഇമേജ് ഓഫ് x > 1. ഇവിടെ x > 1 എന്ന് പറഞ്ഞ പോർഷനും y > 0 എന്ന് പറയുന്ന പോർഷനും ഇപ്പുറത്ത് എന്തോ ഇമേജ് ഫോം ചെയ്യും. എന്ത് വഴി വരുമ്പോൾ w = 1/z എന്ന് പറഞ്ഞ് വഴി കൂടെ വരുമ്പം എന്തോ ഇമേജ് ഫോം ചെയ്യും. ഇതൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പം w = 1/z ഞാൻ എഴുതി. അതിനകത്ത് നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനാണ് ആദ്യം എഴുതേണ്ടത്. അതിനകത്ത് നിന്ന് എക്സും വൈയും കണ്ടുപിടിക്കും. ആ എക്സും വൈയും എന്താണോ നമ്മൾ ഇസഡ് പ്ലെയിനിലെ ഫിഗർ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കും. ഇതാണ്. അഥവാ നിങ്ങൾക്ക് ആ കണ്ടുപിടിക്കുന്നത് എന്തിൻ്റെ ഇക്വേഷൻ ആണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല എങ്കിൽ ആ ഇമേജാണ് ഫോം ചെയ്യുന്നതെന്ന് അങ്ങ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പം ആദ്യം നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. നൗ x > 1 ദാറ്റ് ഇംപ്ലൈസ് x u/u² + v² > 1.
ഓക്കെ, 1ൻ്റെ താഴെ 1 ഉണ്ടെന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് യു ഇൻറ്റു 1 യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഇൻറ്റു 1 യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈ യു റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ വാ തുറന്നിരിക്കുന്ന എങ്ങോട്ടാണ്? ഈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ വാ തുറന്നിരിക്കുകയില്ല. സോ ലെസ് ദാൻ യു അപ്പുറം പോകുമ്പോൾ മൈനസ് യു ലെസ് ദാൻ 0. തിരിച്ചു കൊണ്ടുവരുമ്പോൾ മാറിപ്പോകരുത്. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ അടുത്തോട്ടാണ് ഞാൻ എന്തോ കൊണ്ടുപോകുന്നത്, സൈഡിലോട്ടാണ് യു കൊണ്ടുപോയി മൈനസ് യു ആക്കുന്നത്. അപ്പം ഇവിടെ ലെസ് ദാൻ ആണ് ഓൾറെഡി കിടക്കുന്നത്. സോ ലെസ് ദാൻ 0. വാ തുറന്നിരിക്കുന്നില്ല യു സ്ക്വയർ. സോ അവിടെ നമ്മൾ അങ്ങനെ കൊടുക്കരുത്, ലെസ് ദാൻ 0 കൊടുക്കുക. ഓക്കെ, അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന റീജിയൻ എന്തോ ഇമേജ് ഫോം ചെയ്തു നമ്മൾ ഡബ്ല്യു പ്ലെയിനിൽ. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ലെസ് ദാൻ 0 എന്ന് പറയുന്ന ഇമേജ് ഫോം ചെയ്തു. അങ്ങനെ കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അതുപോലെ തന്നെ ഓൾസോ വൈ ഗ്രേറ്റർ ദാൻ 0. വൈ ഗ്രേറ്റർ ദാൻ 0 ഇത് നമുക്ക് സർക്കിളിൻ്റെ ഇൻറ്റീരിയർ പോർഷനാണ് ആക്ച്വലി വരുന്നത്. നിങ്ങൾ അതങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് പറയുന്ന ഫിഗർ നമ്മുടെ ഡബ്ല്യു പ്ലെയിനിൽ ഈ ഇമേജ് ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഓൾസോ വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഫിഗർ എന്തോ ഇമേജ് ഫോം ചെയ്യും. വൈ എന്ന് പറയുന്നത് മൈനസ് വി ബൈ യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0. യുവിൻ്റെ താഴെ 1 ഉണ്ടെന്നാണ് അർത്ഥം. ദാറ്റ് ഈസ് മൈനസ് വി ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ മൈനസ് വി. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയറിൻ്റെ 0 എന്ന് പറഞ്ഞാൽ 0. ദാറ്റ് ഈസ് ഞാൻ മൈനസ് കൊണ്ട് അപ്പുറം ഇപ്പുറം മൈനസ് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ മൈനസ് കൊണ്ട് ഞാൻ അപ്പുറം ഇപ്പുറം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു സൈഡ് മൾട്ടിപ്ലൈ ചെയ്ത് ഇപ്പുറത്തും ചെയ്യണം. സോ മൈനസ് ഇവിടെ പ്ലസ് ആയി. മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇനിക്വാളിറ്റി മാറും. മൈനസ് 0 എന്ന് പറയുന്നത് 0 ആണ്. സോ വി ലെസ് ദാൻ 0. അപ്പോൾ സിംപ്ലി നമുക്ക് എങ്ങനെ എഴുതാം? വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഇസഡ് പ്ലെയിനിലെ ഫിഗർ ഡബ്ല്യു ഈക്വൾ ടു 1/z എന്ന് പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞ് വരുമ്പം എന്തോ ഇമേജ് ഫോം ചെയ്യും. ഏതായിരിക്കും നമ്മുടെ ഇമേജ് വരുന്നത്? വി ലെസ് ദാൻ 0 ആയിരിക്കും ഇമേജ് വരുന്നത്. അപ്പോൾ നമ്മൾ കൺക്ലൂഡ് ചെയ്യാം, ഇമേജ് എന്ന് പറയുന്നത് റീജിയൻ ബൗണ്ടഡ് ബൈ വി ലെസ് ദാൻ 0 ആൻഡ് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ലെസ് ദാൻ 0. നമ്മൾ ഇതിങ്ങനെ എഴുതി വെച്ചാൽ മതി. എന്താണ് റീജിയൻ? അതിന് രണ്ടിൻ്റെ കൂടെ എക്സ് ഗ്രേറ്റർ ദാൻ 1ൻ്റെയും വൈ ഗ്രേറ്റർ ദാൻ 0ൻ്റെയും ഫിഗറിൻ്റെ ഇമേജുകൾ എന്തുവാണ്? ഈ രണ്ട് ഇപ്പം കണ്ടുപിടിച്ച് നമ്മൾ ഓരോന്നിൻ്റെയും ഇമേജ് കണ്ടുപിടിച്ചില്ലേ, അതിൻ്റെ റീജിയൻ ബൗണ്ട് ചെയ്യുന്ന പോർഷൻ. സോ റീജിയൻ ബൗണ്ടഡ് ബൈ എന്തുവാണ്? വി ലെസ് ദാൻ 0ൻ്റെയും യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ മൈനസ് യു ലെസ് ദാൻ 0ൻ്റെയും റീജിയൻ ബൗണ്ടഡ് പോർഷൻ ആയിരിക്കും വരുന്നത്, ഇമേജ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് 6th question. Find the image of 1 less than or equal to mod z less than or equal to 2, pi by 4 less than or equal to theta less than or equal to pi by 2 under the mapping w equal to z square. KTU May 2025 എന്ന് പറഞ്ഞാൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2019 സപ്ലി എക്സാമിന് ചോദിച്ചിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കിവിടെ 5 മാർക്കിനും 4 മാർക്കിനും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. എഗെയിൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആംഗിൾഡ് ടേമിലാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മളിതെല്ലാം എന്തിലാണ്? ആംഗിൾഡ് പോളാർ ഫോമിലാണ് കണ്ടുപിടിക്കുന്നത്. പോളാർ ഫോമിലെ ഇമേജ് ആയിരിക്കും വരുന്നത്. ഞാൻ എഗെയിൻ ഫിഗർ വരയ്ക്കുന്നു. നമ്മുടെ ഇസഡ് പ്ലെയിൻ ഉണ്ട്. എഗെയിൻ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡബ്ല്യു പ്ലെയിൻ ഉണ്ട്. ഓക്കെ, ഡബ്ല്യു പ്ലെയിനിൽ യുവും വിയും ഇവിടെ എക്സും വൈയും. ഓക്കെ, ഇവിടെ 1 ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൾ ടു 2 എന്ന് പറയുന്ന ഫിഗർ ഇപ്പുറത്തെന്തോ ഇമേജ് ഫോം ചെയ്യും. അതേപോലെ തന്നെ പൈ ബൈ 4 ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ പൈ ബൈ 2 എന്ന് പറയുന്ന ഇമേജ് ഫിഗർ ഇപ്പുറത്തെ ഡബ്ല്യു പ്ലെയിനിൽ എന്തോ ഇമേജ് ഫോം ചെയ്യും. അപ്പം നമ്മളിവിടെ തീറ്റയുടെ ടേംസിലാണ് വന്നതുകൊണ്ട് പോളാർ ഫോമാണ് എഴുതേണ്ടത്. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു പോർഷൻ തീറ്റയുടെ ടേമിലാണ് വന്നെങ്കിൽ നമ്മൾ ത്രൂ ഔട്ട് ഇസഡിന് പോളാർ ഫോം എടുത്തായിട്ടായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ഡബ്ല്യു ഈക്വൾ ടു ഇസഡ് സ്ക്വയറിൽ ഇസഡ് ആർ ഇ റൈസ് ടു ഐ തീറ്റ പോളാർ ഫോം എഴുതി. ഡബ്ല്യുവിന് റോ ഇ റൈസ് ടു i5 എന്ന് എഴുതി. ഡബ്ല്യു ഈക്വൾ ടു ഇസഡ് സ്ക്വയർ ആണ്. സോ റോ ഇ റൈസ് ടു i5 റോ ഇ റൈസ് ടു i5 ഈക്വൾ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ ഇത് ഹോൾ സ്ക്വയർ നേരത്തെ നമ്മൾ ചെയ്തതാണ്. റോ ഇ റൈസ് ടു i5 ഈക്വൾ ടു സെപ്പറേറ്റ് സ്ക്വയർ എടുക്കാം, ആർ സ്ക്വയർ ഇ റൈസ് ടു ഐ തീറ്റയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 2i തീറ്റ നേരത്തെ പഠിച്ചില്ലേ. അപ്പം ഇവിടെ ഇയുടെ ഫ്രണ്ട് ഇയുടെ കോയിഫിഷ്യൻ്റ് ഇവിടെ റോയും ഇവിടെ ആർ സ്ക്വയർ റോ ഈക്വൽ ടു ആർ സ്ക്വയർ. ഐയുടെ കോയിഫിഷ്യൻ്റ് 5, ഇവിടെ ഐയുടെ കോയിഫിഷ്യൻ്റ് 2 തീറ്റ. അപ്പോൾ നമുക്ക് ഇപ്പുറത്തെ ഇമേജ് ഫോം ചെയ്യുന്നത് എന്തിൻ്റെ ടേംസിലായിരിക്കണം? റോയുടെയും 5യുടെയും ടേംസിലായിരിക്കണം നമ്മൾ ഡബ്ല്യു പ്ലെയിൻ ഇമേജ്. അല്ലെങ്കിൽ നമുക്കറിയാം ഡബ്ല്യു പ്ലെയിനിൽ പോളാർ ഫോം എന്തുവാണ്? റോ ഇ റൈസ് ടു i5 ആണ്. അപ്പോൾ ഇമേജ് ഫോം ചെയ്യുന്നത് റോയുടെയും 5യുടെയും ടേമിലായിരിക്കണം. ഓക്കെ, നൗ 1 ലെസ് ദാൻ ഓർ ഈക്വൾ ടു മോഡ് z ലെസ് ദാൻ ഓർ ഈക്വൾ ടു 2 എന്ന് പറയുന്ന ഫിഗർ ഇപ്പുറത്ത് എന്തോ ഫോം ചെയ്യും.
നമുക്ക് മോഡ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ ആണെങ്കിൽ മോഡ് ഇസഡ് ആർ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. നമുക്ക് റോ ഈക്വൽ ടു ആർ സ്ക്വയർ, റോ വേണമെങ്കിൽ ആർ സ്ക്വയർ ആവണം. സോ ആറിനെ സ്ക്വയർ ആക്കാൻ ത്രൂ ഔട്ട് സ്ക്വയർ ചെയ്യുക. ഇവിടെ മാത്രം സ്ക്വയർ എടുത്താൽ അപ്പുറം ഇപ്പുറം പ്രശ്നം ഉണ്ടാക്കും. സോ 1 സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4. ആർ സ്ക്വയറിന് പകരം എന്ത് കൊടുക്കാം? റോ കൊടുക്കാം. അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഫിഗർ ഡബ്ല്യു പ്ലെയിനിൽ ഫോം ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയിരിക്കും. ഓൾസോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2. നമുക്കിവിടെ റോ ഈക്വൽ ടു 2 തീറ്റയാണ്. സോ 2 തീറ്റയ്ക്ക് പകരം 2 തീറ്റ ആക്കിയാലേ നമുക്ക് റോ ആക്കാൻ പറ്റും. സോ ഞാനിവിടെ 2 തീറ്റ ആക്കണമെങ്കിൽ 2 കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ എന്തോ ചെയ്യണം? π/4ൻ്റെ കൂടെ ഞാനൊരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. ലെസ് ദാൻ ഓർ ഈക്വൽ 2 തീറ്റയുടെ കൂടെ ഞാനൊരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. π/2ൻ്റെ കൂടെ ഞാനൊരു 2 മൾട്ടിപ്ലൈ ചെയ്യണം. എന്നാലേ തീറ്റയുടെ കൂടെ 2 തീറ്റ ആവത്തുള്ളൂ. സോ 2ഉം 4ഉം കട്ട് ചെയ്യുമ്പോൾ π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2ഉം 2ഉം കട്ട് ചെയ്യുമ്പോൾ പൈ. ഓക്കെ, അപ്പോൾ 2 തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 5 എന്ന് എഴുതാം. π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ പൈ. അപ്പം π/4 ലെസ് ദാൻ ഓർ ഈക്വൽ ടു തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു π/2 എന്ന് പറഞ്ഞ ഫിഗർ ഡബ്ല്യു പ്ലെയിനിൽ ഫോം ചെയ്യുന്നത് π/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ എന്ന് പറയുന്ന ഇമേജ് ആയിരിക്കും. ഓക്കെ.